ഒരു ചോദ്യം ചോദിക്കാം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മലയാളത്തിലുള്ള അർത്ഥം? എന്താണ്? അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല. അപ്പൊ ചോദിക്കട്ടെ, അള്ളാഹു അല്ലാതെ വേറെ ആരുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ? ബാക്ക് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉത്തരം. അഹ്സൻത്, ബാറക്കല്ലാഹു ഫീക്കും. ആരാധനക്ക് അർഹനായി മറ്റാരുമില്ല. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം പറയുമ്പോൾ എന്ത് പറയുന്നതായി കാണാം? അള്ളാഹു അല്ലാതെ ആരാധനില്ല എന്ന് പറയുന്നതായി കാണാം. അത് ശരിയാണോ? അള്ളാഹു അല്ലാതെ ആരാധ്യനായി മറ്റാരുമില്ല എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഒരിക്കലും ശരിയല്ല. കാരണം എന്താ? ഒരു കല്ലിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ആരാധ്യനായി. അത് നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ട്. ഒരു വിഗ്രഹത്തിനെ ആരാധിച്ചു കഴിഞ്ഞാൽ അതെന്തായി മാറുകയാണ്? ആരാധനായി മാറുകയാണ്. അത് നമ്മുടെ നാട്ടിലില്ലേ? ഉണ്ട്. അതിനാണ് ഉലമാക്കൾ പറഞ്ഞതായി കാണാൻ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ആരാധനക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ധാരാളം ആരാധ്യന്മാരുണ്ട്, യാതൊരു സംശയമില്ല. പക്ഷേ ആരാധനക്ക് അർഹൻ അത് അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം.